ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ കീം എഴുതി റിസൾട്ട് വന്നു, ഇനി അലോട്ട്മെന്റ് ഏത് കോളേജ് ചൂസ് ചെയ്യണം എന്ന് സംശയത്തിൽ നിൽക്കുന്നവരുണ്ടാവാം. അതേപോലെ തന്നെ എൻ്റെ കോളേജിനെ കുറിച്ച് കുറച്ചൊരു കമന്റ്സിലൊക്കെ വന്ന് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യുക. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ എൻ്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസോടെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് എടുക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് പൊതുവേ കേൾക്കുന്ന കാര്യമാണ്, എഞ്ചിനീയറിംഗ് പഠിച്ച ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സൊസൈറ്റിയിലും നാട്ടിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടോ, ജോലിയില്ല. അതിൽ കുറേ പേർക്ക് സപ്ലൈ ഉണ്ടായിരിക്കാം, ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും അവർക്ക് ജോലി കിട്ടാതെ. പക്ഷേ സപ്ലൈ ഇല്ലാത്ത എല്ലാ പേപ്പേഴ്സും എഴുതിയെടുത്ത ആൾക്കാർ വരെ ഇപ്പൊ ജോലി ഇല്ലാതെ നിൽപ്പുണ്ട്. അതൊരു ഫാക്റ്റാണ്, അങ്ങനെ നിൽപ്പുണ്ട്. സോ എല്ലാം നല്ല മാർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ജോലി കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡ് തിരഞ്ഞെടുക്കുക. അല്ലാതെ സ്കോപ്പ് ഉണ്ട്, വീട്ടുകാരെ നിർബന്ധിച്ചു എന്ന് പറഞ്ഞു വന്നാൽ 4 ഇയർ കോളേജ് ഇയർ 4 വർഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് വേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അതൊരു ഭയങ്കര ഭാരമായിട്ട് തോന്നും. സോ അതുകൊണ്ട് ഒരിക്കലും താല്പര്യമില്ലാതെ ആരുടെയും നിർബന്ധപ്രകാരം പോയി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രാഞ്ച് അല്ല, ഒരു ഫീൽഡ് അല്ല ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗിന് ഡയറക്റ്റായിട്ട്, ഞാൻ റിപ്പീറ്റർ ഒന്നുമല്ല, +2 കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഞാൻ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ 2nd ഇയർ ആണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഇവിടെ വന്ന് ഞാൻ കമ്പ്യൂട്ടർ സയൻസിന് സ്കോപ്പ് ഉണ്ട്, എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും 4 ഇയർ പഠിച്ച് കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് മാർക്കല്ലല്ലോ, CGPA ആണ്. അങ്ങനെയാണ് നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം. അപ്പോൾ ഈ CGPA വരുന്ന സമയത്ത് നമുക്കൊരു 9 എബോവ് അല്ലെങ്കിൽ 8 എബോവ് CGPA നല്ല മാർക്കാണ് എന്ന് പറയും. സോ ഈ CGPA ഇനി നിങ്ങൾ 10-ൽ 10 വാങ്ങിച്ചാലും നിങ്ങൾക്ക് ജോലി കിട്ടാൻ അത് മാത്രം പോരാ. പിന്നെ ജോലി ഇന്റർവ്യൂ വരുന്ന സമയത്ത് നിങ്ങളുടെ CGPA നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ക്രൗഡിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ, അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് കുറച്ച് പേരെ മതിയല്ലോ അവർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ. ആ സമയത്ത് ഈ മാർക്ക്, ഈ CGPA ഒരു ക്രൈറ്റീരിയ ആണ്. അല്ലാതെ നമുക്ക് CGPA കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ കോളേജിൽ പഠിക്കുന്ന കുറച്ച് തിയറി സബ്ജക്ട്സ് ആണ്, അത് കുറച്ച് ലാഭം പഠിക്കും. അതെല്ലാം അതേപടി കാണാതെ പഠിച്ച് എഴുതി മാർക്ക് വാങ്ങിക്കുക, അതല്ല ജോലിക്ക് വേണ്ടത്. നമുക്കറിയാം, ഒരു കമ്പനി പോകുന്ന സമയത്ത് നമുക്ക് അവിടെ കഴിവുള്ളവർ, സ്കില്ല് അറിയാവുന്നവരാണ് വേണ്ടത്. ഇതിൽ ചെയ്യാൻ അറിയണം. അപ്പോൾ അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു ടാസ്ക്, അവിടുത്തെ ജോലി നമുക്ക് ചെയ്യാൻ അറിയണം. ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കാനായാലും അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ. അതേപോലെ ഒരുപാട് ഫീൽഡ്സ് കമ്പ്യൂട്ടർ സയൻസിലുണ്ട്. സോ ഞാൻ ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണ്. സോ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടാണ് പറയുക. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് സ്കിൽസ് വേണം, നമുക്ക് അതും ഇതൊക്കെ തന്നെ ചെയ്യാൻ അറിയണം. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് കോളേജിൽ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല, കോളേജിൽ നമുക്കിതൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. അതൊക്കെ നമുക്ക് തിയറി ക്ലാസ് മാത്രമേ കോളേജിൽ നിന്ന് കിട്ടൂ. അതുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, മാർക്ക് വാങ്ങിക്കാന്നൊരു ഇതേ ഉള്ളൂ. പിന്നെ നമ്മുടെ സിലബസ് അറിയാലോ, ഇപ്പം 2024 സിലബസ് റിവൈസ് ചെയ്തു എന്നെങ്കിൽ പോലും ഇൻഡസ്ട്രി ആയിട്ട് ഒരുപാട് ഗ്യാപ്പ് നമ്മുടെ സിലബസിനുണ്ട്. സോ എല്ലാവരും അതുകൊണ്ടിട്ട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക പഠിക്കുന്ന സമയത്ത് തന്നെ. വെറുതെ എഞ്ചിനീയറിംഗിന് വന്ന് നിങ്ങൾ ലാസ്റ്റ് ഇയർ വരെ വെയിറ്റ് ചെയ്യരുത്. ഫസ്റ്റിലെ തന്നെ നിങ്ങൾ കോളേജിൽ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ സെൽഫായിട്ട് ഓരോന്നൊക്കെ പഠിക്കാൻ തുടങ്ങാം. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് AI. സോ AI ഒരുപാട് പേരുടെ ജോലി കളയുന്നുണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് പേര് പിരിച്ചു വിട്ടു. കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇപ്പോൾ നമുക്ക് ഒരു കോഡ് എഴുതാനായാലും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായാലും ChatGPTക്കോ ഏതെങ്കിലും ഒരു AIക്ക് ജസ്റ്റ് ഒന്ന് പ്രോംപ്റ്റ് കൊടുത്താൽ മതി, അവരെല്ലാം റെഡിയാക്കി തരും, എല്ലാം ഓക്കെയാണ്. സോ അതൊന്നും ഇപ്പോൾ ചെയ്യാൻ നമുക്ക് ആള് വേണ്ട. കൂടുതൽ വേണ്ടത് ഈ പ്രോംപ്റ്റുകൾ. ഇപ്പം ഒരു ഇതിൽ നമുക്കൊരു AI നമുക്ക് കറക്റ്റായിട്ടൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കണം, ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. എന്നാലേ അതിനനുസരിച്ച് നമുക്ക് അതിനൊരു ഔട്ട്പുട്ട് കിട്ടും. സോ അത് നന്നായിട്ട് അറിയണം. അത് അറിഞ്ഞ ഒരാൾക്ക്, AI യൂസ് ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്കാണ് ഇപ്പോൾ ജോലി കിട്ടുക. സോ ഇപ്പോൾ എല്ലാ AI ഉണ്ട്. സോ അതെങ്ങനെ യൂസ് ചെയ്യാൻ അറിയാം, അത് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട സ്കിൽസിലാണ്. എന്ന് പറഞ്ഞാൽ CGPA അങ്ങ് താഴ്ന്നതല്ല, CGPA ഒരു 8 എബോവ് എപ്പോഴും കീപ്പ് ചെയ്യുക. മാക്സിമം ഒരു 9 എബോവ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത്രയും പറ്റിയില്ലെങ്കിലും ഒരു 8 എബോവ് 8.5 എബോവ് CGPA ഒക്കെ കീപ്പ് ചെയ്യുക. ഇതൊക്കെ ആദ്യം അറിയേണ്ട കാര്യമാണ്. പിന്നെ സ്കിൽസിൻ്റെ കാര്യം, സ്കിൽസ് നമ്മൾ പുറത്തുനിന്ന് ഡെവലപ്പ് ചെയ്യുക, കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ ഹാക്കത്തോൺസും ഇവൻസും ഒക്കെ വരുന്ന സമയത്ത് മാക്സിമം പങ്കെടുക്കുക. ഇപ്പോൾ കോളേജിലെ ഹാക്കത്തോൺ, കോളേജിലെ പ്രോഗ്രാം, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ മാത്രം ഒതുങ്ങാതെ നമ്മുടെ പുറത്ത് കോളേജുകളിലൊക്കെ വരുന്ന ഹാക്കത്തോൺസും പ്രോഗ്രാംസും ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക്
കുറച്ചും കൂടെ നമ്മുടെ ഫീൽഡിനെ കുറിച്ച് ഒരു ബോധം കിട്ടും. ഇനി എൻ്റെ കോളേജിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ പറയാം. എൻ്റെ വീട് കൊല്ലത്താണ്. ഞാൻ പഠിക്കുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമാൾ. അപ്പോൾ ഞാൻ കീം എഴുതിയ സമയത്ത് എനിക്ക് റാങ്ക് കുറവായിരുന്നു, ഒരു 15K 15,000 സംതിങ് ആയിരുന്നു എൻ്റെ റാങ്ക്. അപ്പോൾ TKM ആയിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ റാങ്ക് വെച്ചിട്ട് അവിടെ ആക്കിയിട്ടില്ലായിരുന്നു. എനിക്ക് പിന്നെ മറ്റു ബ്രാഞ്ചൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിരുന്നു ഇഷ്ടം. അപ്പോൾ കൊല്ലത്ത് TKM കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമാളാണ്. അങ്ങനെ അവിടെ അലോട്ട്മെന്റ് വെച്ചു. അവിടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ട്രയൽ വന്നപ്പോൾ അവിടെ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പെരുമാൾ കോളേജിൽ. ഫസ്റ്റ് ട്രയൽ വന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന സമയത്ത് അത് മാറി ഇലക്ട്രോണിക്സ് ആയി. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ അലോട്ട്മെന്റ് കൊടുത്തു. അപ്പം സെക്കൻഡ് അലോട്ട്മെന്റിലാണ് എനിക്ക് പെരുമാളിൽ കമ്പ്യൂട്ടർ സയൻസ് വന്നത്. അങ്ങനെ അവിടെ പോയി അഡ്മിഷൻ എടുത്തു. പിന്നെ അവിടെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കോളേജിൻ്റെതായിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഇല്ല. അപ്പോൾ അതിൻ്റെ പണി നടക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോളേജിൻ്റെതായിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഉടൻ തന്നെ വരും. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കും ഇതൊക്കെ വന്നിട്ടുണ്ട്. സോ അത് ഉടനെ വരുന്നതായിരിക്കും. അല്ലാതെ ഇതുവരെ നിലവിൽ കോളേജിൻ്റെതായിട്ട് ഒരു ഗേൾസ് ഹോസ്റ്റൽ ഇല്ല. പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. മെൻസ് ഹോസ്റ്റലായാലും ലേഡീസ് ഹോസ്റ്റലായാലും അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരുപാട് ഹോസ്റ്റൽസ് ഉണ്ട്. അതുകൊണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. വയനാടും മലപ്പുറം അങ്ങനെ ഒരുപാട് ജില്ലകളിൽ നിന്ന് കുട്ടികളുണ്ട്. അതുകൊണ്ട് അതൊന്നും പ്രശ്നമാവില്ല. പിന്നെ നമുക്ക് അവിടെ ഉള്ള ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ സിവിലില്ല. നമുക്ക് ഉള്ളത് കമ്പ്യൂട്ടർ, മെക്കാനിക്കല്, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഈ 4 ബ്രാഞ്ചസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. പിന്നെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെനിക്ക് 100% ഓക്കെ പറയാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് നടത്താനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അറിയാം, നമ്മൾ സ്കൂളിലെ പോലെ അല്ല. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഇവന്റ്സ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവരാണ് ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുക. അതിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ളത് നമ്മൾ സ്റ്റുഡൻസ് ആണ്. സോ നമ്മൾ സ്റ്റുഡൻസ് തന്നെ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യും, അതിന് പ്രൊമോഷൻ ചെയ്യും, അതിന് സ്റ്റുഡൻസിനെ പങ്കെടുപ്പിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റുഡൻസ് തന്നെയാണ് ചെയ്യുന്നത്. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് നടത്തണം, ഒരു ഹാക്കത്തോൺ നടത്തണം, അല്ലെങ്കിൽ ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് നടത്താം. ഞാൻ കമ്പ്യൂട്ടർ ആണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ അത് നടത്തണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫാക്കൽറ്റി ആയിട്ട് ബന്ധപ്പെട്ടാൽ അതിന് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരും. അവരെന്ത് ഹെൽപ്പ് ആണെങ്കിലും ചെയ്തു തരും. പിന്നെ നമുക്ക് എന്തെങ്കിലും പഠിക്കുന്ന റിലേറ്റഡ് ആയിട്ട് ഡൗട്ട് ഉണ്ട്, ഒരു കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് അവരോട് വന്ന് ചോദിക്കാം, അവർ പറഞ്ഞു തരും. അപ്പോൾ ഫാക്കൽറ്റീസ് എല്ലാം നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്ത് ഡൗട്ടും ചോദിക്കാൻ പറ്റും. ഇതുവരെ എന്നെ പഠിപ്പിച്ച ഫാക്കൽറ്റീസ് എല്ലാം അങ്ങനെ ആയിരുന്നു, നല്ല ഫാക്കൽറ്റീസ് ആയിരുന്നു. പൊതുവെ ഫാക്കൽറ്റീസിനെ കുറിച്ച് അങ്ങനെ നെഗറ്റീവ്സ് ഒന്നുമില്ല. പിന്നെ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ TKMന്റെ മറ്റുള്ള ക്യാമ്പസുമായിട്ട് കമ്പയർ ചെയ്ത് പറയാൻ ഒക്കില്ല. നമ്മുടെ വലിയ ക്യാമ്പസാണ്, ഒരുപാട് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ക്യാമ്പസിന്റെ ആ ഒരു രീതി, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഫസ്റ്റ് വന്ന സമയത്ത് ഞങ്ങൾക്ക് അത് പൊരുത്തപ്പെടാൻ കുറച്ച് പാടായിരുന്നു. കാരണം ക്യാമ്പസ് വിശാലമായിട്ടുള്ളതാണ്, പക്ഷെ അതിന്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, നമുക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെടാൻ പാടായിരിക്കും. പക്ഷെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. കോളേജ് ഓക്കെയാണ്. സ്റ്റഡീസിന്റെ കാര്യമാണെങ്കിലും ഇപ്പം നമ്മുടെ ഒരു കോളേജിനൊരു സ്കൂൾ കണക്ക് നമ്മളെ ഇരുത്തി നിർബന്ധിച്ച് പഠിപ്പിക്കുകയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, വേണമെങ്കിൽ വേണ്ട, ആ ഒരു ഇതാണ്. അപ്പോൾ അവര് മാക്സിമം ആകെ നമുക്കൊരു സെമ്മ് 6 മാസം എന്ന് പറയുന്നുണ്ടെങ്കിൽ 4 മാസമൊക്കെ കഷ്ടിച്ച് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ ഇവന്റ്സ് വരും ഈ 4 മാസത്തിൽ തന്നെ. പിന്നെ എക്സാമും ലാബ് എക്സാമും ഒക്കെ വരുന്നുണ്ട്, CDS വരുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസം പോകും. പോഷൻ പഠിപ്പിക്കാനുള്ള സമയം വളരെ കുറവും, പക്ഷെ പഠിക്കാനുള്ള ടോപ്പിക്സ് ഒരുപാടുണ്ട്. സോ അവർക്ക് പഠിപ്പിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അവർ മാക്സിമം പഠിപ്പിക്കും. പിന്നെ നമ്മൾ അത് തന്നെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാതെ പുറത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക, പുറത്തുനിന്ന് കാര്യങ്ങൾ പഠിക്കുക, സോഴ്സസ് പഠിച്ച് നമ്മൾ സെൽഫ് ലേൺ ചെയ്യുക. യൂട്യൂബിലൊക്കെ ക്ലാസ്സസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ 2025 ഫസ്റ്റ് ബാച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സോഴ്സസ് കിട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു S1 ഒക്കെ വന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന ബാച്ചുകൾക്ക് അങ്ങനെ പ്രശ്നമൊന്നും വരില്ല. നിങ്ങൾക്ക് സോഴ്സസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എക്സാം പാറ്റേൺ, അപ്പോൾ KTU വാല്യുവേഷനെ കുറിച്ച് പൊതുവേ ഒരു നെഗറ്റീവ് ഉണ്ട്. എങ്കിലും എക്സാം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നുള്ളൂ. ഫസ്റ്റ് ഇയറിലെ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്സ് ആണ്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമ്മൾ പഠിക്കുന്നത്, എല്ലാ ബ്രാഞ്ചുകാർക്കും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ബേസിക് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു കോഡിംഗ് സബ്ജക്റ്റും ബേസിക്സ് പഠിക്കാൻ കാണും. ഇതെല്ലാം ബേസിക്സ് ആണ്. അപ്പോൾ +2 പഠിച്ച അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ ഒക്കെ കാണുകയുള്ളൂ. പിന്നെ കുറച്ച് പുതിയ കാര്യങ്ങളും കാണും.
വലിയ കാര്യമൊന്നുമില്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും അപ്പോൾ എൻ്റെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെയാണ്. ഹോസ്റ്റൽ സ്വന്തമായിട്ടില്ല, പക്ഷെ പണി നടക്കുന്നുണ്ട്. ബാക്കി എല്ലാ തിങ്കർ ഹബ്ബ്, മ്യൂലാണ്, അതേപോലെ തന്നെ GDG, പിന്നെ CSA, IEDC, IEEE, അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് എൻ്റെ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ആക്റ്റീവാണ്. അതിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതിൻ്റെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല ആക്റ്റീവാണ്. ഇവന്റ്സുകളും ഉടനടി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കോളേജിൽ തന്നെ പ്ലേസ്മെന്റ് ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട്. സോ അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് ഉണ്ട്. ഒരു എബോവ് 30 ഒക്കെ, ഒരു എബോവ് 30 വരെയൊക്കെ പ്ലേസ്മെന്റ്സ് പോകുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പ്ലേസ്മെന്റ് ഒക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു ബെറ്റർ ചോയ്സ് തന്നെയായിരിക്കും കോളേജ്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ക്യാമ്പസിന്റെ ഒരു പ്രശ്നം മേ ബി നിങ്ങൾക്ക് വന്നേക്കാം. ക്യാമ്പസ് ഇപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത്, നിങ്ങൾ ഇമാജിനേഷൻസ് വെച്ച് വരരുത്. ഒരിക്കലും നിങ്ങൾ ഇമാജിനേഷൻസ് വെച്ച് വരരുത്. അപ്പോൾ എനിക്കൊക്കെ പറ്റിയ പ്രശ്നം അതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സിനിമയും അതൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കോളേജ്, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വരും. പക്ഷെ അതൊന്നുമല്ല കോളേജ്. മേ ബി ഡിഗ്രി കോളേജസ് അങ്ങനെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ഇവിടെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻറ്റ് മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊഫഷണൽ കോളേജാണ്. പ്രൊഫഷണൽ കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ സ്കൂള് പോലെ തന്നെയാണ് പകുതി. പിന്നെ ക്ലാസ്സസ് ഓരോ പീരീഡിന് അറ്റൻഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിന് 85% എബോ അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ പെർസെൻറ്റേജ് കുറയുന്നതനുസരിച്ച് നമ്മുടെ മാർക്ക് കുറയും. സീരീസ് എക്സാം ഇന്റേണൽ ഇടുന്നതാണ്. സോ അത് നന്നായിട്ട് പഠിച്ചെഴുതണം. പിന്നെ എന്താണ്, പ്രൊഫഷണൽ കോളേജാണ്. അത്യാവശ്യം സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് അത്ര ഉളപ്പി നടക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഉളപ്പാം, പക്ഷെ നഷ്ടം നമുക്ക് തന്നെയാണ്. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് വരുന്ന സമയത്ത് ചുമ്മാ ഉഴപ്പി ഇമാജിനേഷൻസും വെച്ച് വരരുത്. ഒരിക്കലും നിങ്ങൾ സിനിമകളിൽ കാണുന്നതല്ല കോളേജ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഡിഗ്രി കോളേജ് മേ ബി അങ്ങനെ ആയിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ കോളേജ് ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ അത്യാവശ്യം ഫണ്ണും കാര്യങ്ങളും വൈബും ഒക്കെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോളേജ് ലൈഫ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പഠിച്ച് CGPA നല്ലപോലെ സ്കോർ ചെയ്യുക. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് പ്ലേസ്മെന്റിൽ എത്താൻ പറ്റും. ഇപ്പോൾ നല്ലൊരു CGPA ഉള്ള ഒരു കുട്ടിക്ക് എന്തുകൊണ്ട് പ്ലേസ്മെന്റ് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. ആ കുട്ടി തിയറി സബ്ജക്ട്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിന് സ്കിൽസ് ഇല്ല. പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യേണ്ട, എന്തൊക്കെ സ്കിൽസ് ആ കുട്ടിക്കില്ല. അതുകൊണ്ടാണ് പ്ലേസ്മെന്റ് കിട്ടാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സപ്ലൈ ഉണ്ടെങ്കിലും പാടായിരിക്കും. അതുകൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് അഡ്മിഷൻ എടുക്കുന്നവരോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.